വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു 9-9:30 ആയപ്പോഴത്തേക്കിനാണ് എണ്ണീറ്റത്. അപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഫോണൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് എടുത്തൊരു ക്വിക്ക് ഡിസിഷനായിരുന്നു എവിടെയെങ്കിലും പോകാമെന്നുള്ളത്. ഇതൊന്ന് ആലോചിച്ച് തീരുമാനിച്ചെടുത്തൊന്നുമില്ല. അപ്പം തന്നെ രണ്ടുപേരും പിടിച്ച് ഒരുങ്ങി കെട്ടിപ്പോയി. കാരണം ഇത് അങ്ങനെ എപ്പോഴും സംഭവിക്കുന്നതല്ല. പലപ്പോഴും പ്ലാൻ ചെയ്യും മാറ്റിവെക്കും, പ്ലാൻ ചെയ്യും മാറ്റിവെക്കും. ഇത് തന്നെയാണ്. ഇതെന്താണെന്നറിയില്ല, പെട്ടെന്നൊരു ഡിസിഷൻ എടുത്തു. എല്ലാവരും റെഡിയായിരുന്നു, ഒരുങ്ങി റെഡിയായി അടുത്ത വണ്ടിക്ക് കയറിപ്പോയി. ഇത് വലിയൊരു പോക്കൊന്നുമല്ല, ചുമ്മാ ഒരു റിലാക്സേഷൻ, എല്ലാവരുടെയൊക്കെ ഒന്ന് മൂഡ് മാറ്റാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് കളിയും ചിരിയൊക്കെ ആയി. അടുത്തുള്ള ആൾക്കാരൊക്കെ നോക്കാൻ തുടങ്ങി, ഇതിപ്പോൾ രണ്ടും കൂടി വണ്ടി ട്രെയിന് തിരിച്ചു വെക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും മൊബൈലിലായി. അങ്ങനെ ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി. അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞ് ഒരാളെ നോക്കി നിൽക്കുവാണേ. ഞങ്ങൾ ഇവിടെ ഡേബേ ഓഫീസിൻ്റെ പുറകിൽ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിൽ പോയി നിന്ന വ്യക്തിയാണ്. എന്നിട്ട് അവിടെ ഞങ്ങളെ വിളിക്കാതെ ഞങ്ങളെ നോക്കി നിൽക്കുവാണ്. അവസാനം ഞങ്ങൾ അവിടെ നിന്നൊരു ട്രാമൊക്കെ പിടിച്ച് ഞങ്ങൾ എത്തേണ്ട സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോഴോ ഇവിടെ ആദ്യമായിട്ടാണ് ഞാനൊരു സമരമൊക്കെ കാണുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് നമ്മുടെ മൃഗങ്ങൾക്കെതിരെയുള്ള മെഡിസിനും അതും ഇതൊക്കെ കൊടുക്കുന്നതിനെതിരെ വലിയൊരു സമരവും കാര്യങ്ങളും മൃഗസംരക്ഷണവും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്ത് നടന്നു. ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടുത്തെ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുവരെയും നമ്മളിവിടെ ബോട്ടിങ്ങിന് കയറിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു ബോട്ടിങ്ങിന് പോകാം. അപ്പം സാധിക്കും 2-3 ദിവസമായി അമ്മ എവിടെയെങ്കിലും പോകണം, നമുക്ക് ബോട്ടിൽ കയറാം എന്നൊക്കെയുള്ളൊരു ഭയങ്കര ഇത്. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ബോട്ട് എടുക്കാൻ സമയമാകുക എന്നൊക്കെ പറഞ്ഞില്ലേ, ബോട്ട് എടുക്കാൻ ഒരു 5 മിനിറ്റ് മുന്നേ ഉള്ളപ്പോഴാണ് ഞങ്ങൾ ടിക്കറ്റും എടുത്ത് ചെല്ലുന്നത്. ഞങ്ങൾ കയറി ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ ബോട്ട് വിട്ടു എന്ന് പറയാം. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ വലിയ ആളൊക്കെ കളിച്ച് മോളിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരാൾ ജാക്കറ്റ് ഊരി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് സത്യക്ക് അമ്മ ഇവിടെ ചൂടെടുത്തിട്ട് വയ്യേ, ഞാനിപ്പോൾ എൻ്റെ ഡ്രസ്സ് ഊരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം. അപ്പം തന്നെ ഞാൻ അവിടെ നിറച്ച് വേറെ ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിന് ഞാൻ അവനെയും വിളിച്ചിട്ട് ഞങ്ങൾ താഴെ പോയിരുന്നു. അല്ലെങ്കിൽ അവിടെ നിന്ന് ഡ്രസ്സ് ഊരി കളഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാവില്ലേ എന്ന് വിചാരിച്ചു. പിന്നെ അതിലെ ബോട്ടിൽ പോയപ്പോഴത്തേക്കിന് കുറേ കാഴ്ചകൾ കാണാൻ പറ്റി കേട്ടോ. കുറേ കാഴ്ച എന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴും ഈ കെട്ടിടങ്ങൾ ഫ്രാങ്ക്ഫർട്ടിലെ കണ്ടിട്ടുള്ളതല്ലാതെ ഒരു നല്ല വ്യൂ ആയിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ ദിവസമാണ് കാണാൻ പറ്റിയത്. ഞങ്ങളവിടെ താഴെ പോരുന്നപ്പോൾ തന്നെ ആദ്യം മെനു കാർഡ് എടുത്തിട്ട് രണ്ടുപേരോട് എന്ത് ഓർഡർ ചെയ്യാം എന്നാണ് തപ്പിപ്പിടിച്ച്. അങ്ങനെ രണ്ടുപേരും കൂടെ വലിയ ആളൊക്കെ കളിച്ച് ഓർഡർ ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിരുന്നപ്പോഴത്തേക്കിന് വില നോക്കിയപ്പോഴത്തേക്കിനാണ് ഭയങ്കര വില. ഒരു എസ്ബാനൊക്കെ പോകുന്നു. എസ്ബാൻ കാണുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷനാണ്. ഞാൻ ഇന്ന് എസ്ബാനിലാണ് പോയി വരുന്നത്, അതുകൊണ്ടായിരിക്കും. അങ്ങനെ പിന്നെ നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളും ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ എൻജോയ്മെൻ്റൊക്കെ ചെയ്തു. ഇവിടെ സാധിക്കാണെങ്കിലും കുറച്ച് നേരമൊക്കെ പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നു. അതിനിടയ്ക്ക് കുറേ കെട്ടിടങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടു. ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇഷ്ടപ്പെടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് കുറേ കാര്യങ്ങൾ ഇവിടുത്തെ ഇഷ്ടപ്പെടാറില്ല. കുറേ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ ആയിട്ട് എനിക്ക് തോന്നാറുമുണ്ട്. എന്താ പറയുന്നത്, എൻ്റെ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് എനിക്കിവിടെ ഏറ്റവും ദേഷ്യമായിട്ട് തോന്നിയ കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഒരു മര്യാദയില്ല പുക വലിക്കാനായിട്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്ലിനിക്ക്, യൂണി ക്ലിനിക്ക് എന്ന് പറയും ഫ്രാങ്ക്ഫർട്ടിൽ. അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നത്, മറ്റേ ഇവിടുത്തെ മര്യാദയുടെ ഒരു മര്യാദയില്ലാതെ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെവിടെയെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നമുക്കവിടെ ആർക്കെങ്കിലും പുക വലിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ എന്താണ്, നമ്മൾ ആദ്യം നോക്കും. പെണ്ണുങ്ങളോ അല്ലെങ്കിൽ കുട്ടികളോ ആരെങ്കിലുമൊക്കെ ഉള്ള സ്ഥലത്ത് നിന്നും മാറി നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നേ വലിക്കാറുള്ളൂ. വലിക്കത്തില്ല എന്നൊന്നുമല്ല, സൈഡിൽ നിന്നേ വലിക്കാറുള്ളൂ. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു മര്യാദയില്ല. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഇപ്പുറം ഇരുന്നാലും അതിനിപ്പുറം ഇരുന്ന് മാന്യമായിട്ട് പുക വലിച്ചു വിടും. എനിക്കാണെങ്കിൽ ഈ സ്മെല്ല് പോലെ ദേഷ്യമുള്ളൊരു സ്മെല്ല് വേറെ ഇല്ല. ചില സമയത്ത് ചില റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ പുകമയമാണോ എന്ന് തോന്നും. എനിക്ക് തോന്നുന്നു ഇവിടെ അന്തരീക്ഷത്തെ ഏറ്റവും കൂടുതൽ മലിനമാക്കുന്നത് ഇവരുടെ പുകവലിയാണെന്ന് തോന്നുന്നു. അതുപോലെയാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൽ പുകവലിക്കാത്തതെന്ന് പറയുന്ന ആൾക്കാരെ കാണാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരും നിന്ന് വലിയോട് വലിയാണ്. അതും ആരടുത്ത് നിൽക്കുന്നു. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ആ പുക വലിക്കാത്ത അല്ലെ ആളില്ലാത്ത ആ ഒരു ഏരിയ പോയി നിൽക്കും. പക്ഷെ ഉണ്ടല്ലോ, ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് അവിടെ ആരെങ്കിലും ഒരാൾ വന്നിരുന്ന് ഭയങ്കരമായിട്ട് പുകവലിയായിരിക്കും. സ്മെല്ലടിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പുറകെ ഇരുന്ന ഒരാൾ ഇത് ചെയ്യുന്നത്. അതുപോലെ മര്യാദയില്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ. പിന്നെ എനിക്കിവിടെ വന്ന സമയത്ത് ഭയങ്കര ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ
യൂറോപ്യൻ കൺട്രീസൊക്കെ അല്ലേ, ഇവിടെയാണ് ഭിക്ഷക്കാർ അങ്ങനെ യാചിക്കുന്ന ആൾക്കാരും ഒന്നും ഇല്ല എന്നൊക്കെ എനിക്ക് വിചാരം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വളരെ തെറ്റാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇവിടെ ഒരുപാട് ആൾക്കാരെ ഫ്രാങ്ക്ഫർട്ട് സൈഡിൽ കാണാറുണ്ട്, ട്രെയിനിലും അല്ലെങ്കിൽ പുറത്തിരുന്നു ആണെന്നുണ്ടെങ്കിൽ അവർ പൈസ ചോദിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മളങ്ങനെ ഭിക്ഷക്കാർക്ക് പൈസ കൊടുക്കാൻ പാടില്ല എന്നാണ്. കാരണം ഇവർ ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാനും അവർക്ക് ഹോമൊക്കെ കൊടുക്കാനും ഇവിടുത്തെ സോഷ്യൽ പൊസിഷൻ എന്ന് പറയുന്ന സോഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. അവരിതിനൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ പല ആൾക്കാരും അവരുടെ സ്വാതന്ത്ര്യവും കാര്യങ്ങളും അവരുടെ ഇഷ്ടമൊക്കെ നോക്കി പലരും അങ്ങോട്ട് പോകാറില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം പൈസ കൊടുക്കുന്നതും നമുക്ക് ലീഗലി തെറ്റാണ്. പക്ഷേ നമ്മൾ വണ്ടിയിലൊക്കെ ഞാൻ ഇതുവരെ ഇവിടെ ഒരു ഭിക്ഷക്കാർക്കും പൈസ കൊടുത്തിട്ടില്ല കേട്ടോ. നാട്ടിലൊക്കെ 1-2 പേർക്ക് കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ചിലവരൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വല്ലപ്പോഴും ഒരു 50 പേരുടെ മുന്നിൽ കൈ നീട്ടിയാലായിരിക്കും ചിലപ്പോൾ 1-2 പേര് അതും 1 യൂറോയോ 2 യൂറോയോ കൊടുക്കുന്നത്. അതിൽ കൂടുതൽ ആരും കൊടുത്തും കാണാറില്ല. അപ്പം അവർ കൊടുക്കുമ്പോൾ തന്നെ ഇവർ ആദ്യം പറയുന്നത് എന്താ, എനിക്ക് തരാനൊന്നും ഇഷ്ടമില്ല, എനിക്ക് നിനക്ക് പൈസ തരാൻ ഒട്ടും ഇഷ്ടമില്ല, പക്ഷെ എന്നാലും ഞാൻ തരികയാണ് ഒരിതെന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ കൊടുക്കുന്നത്. അതായത് അവർ പറയുന്നത്, നിൻ്റെ ജീവിതം ഇങ്ങനെ ആവണമെന്ന് തീരുമാനിച്ച നീയല്ലേ, അതിന് എൻ്റെ അടുക്കെ സഹായം ചോദിക്കുന്നത് എന്തിനാ? നിൻ്റെ ജീവിതം ഇങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിച്ച നീയാണ്, അതിന് എൻ്റെ അടുക്കെ സഹായം നോക്കണ്ട, അത് എന്ത് വന്നാലും നീ തന്നെ സഫർ ചെയ്തോ എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ പലപ്പോഴും അവരോട് പെരുമാറുന്നത്. അത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ഏറ്റവും വലിയ. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഭയങ്കര നീറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാൽ സിറ്റിയും കാര്യങ്ങളൊക്കെ എന്നാൽ, പക്ഷെ അങ്ങനെയൊന്നുമല്ല. കുറേ കാര്യം നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെ ഇങ്ങനെ സിഗരറ്റ് കുറ്റികളൊക്കെ ഇടാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും നമുക്ക് എവിടെ പോയി നിന്നാലും അവിടെയൊക്കെ നിറച്ച് സിഗരറ്റ് കുറ്റികളും തുപ്പിയിട്ടിരിക്കുന്നതും അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസും ഇവിടെ പലയിടത്തും കാണാനുണ്ട് കേട്ടോ. പിന്നെ ഇവരൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുകയും എടുക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അതും ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പൈസയൊക്കെ നിലത്ത് കിടന്നാലും ആരും എടുക്കില്ല കേട്ടോ. അത് അതുപോലെ തന്നെ ഇട്ടിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനും പല സമയങ്ങളിലും കണ്ടിട്ടുണ്ട്. ഗോൾഡാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് പൈസയാണെന്നുണ്ടെങ്കിലും ഒക്കെ വഴിയിൽ, അതായത് ഞാനൊക്കെ എന്ന് വെച്ചാൽ രാവിലെ മോർണിംഗ് ഡ്യൂട്ടിക്കൊക്കെ രാവിലെ പോകുന്നില്ല, ഒരു 5 മണിയൊക്കെ ആവുന്ന സമയത്ത് പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് നേരം വെളുത്ത് വരുന്ന സമയത്തായിരിക്കും നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുന്നത്. അപ്പോഴേക്കും രാത്രി പോയ പൈസയും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ പൈസ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ അതാരെങ്കിലും എടുക്കുന്നുണ്ടോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട്, ചില ആൾക്കാർ, അത് ഇവിടുത്തെ ആൾക്കാരൊന്നും ആയിരിക്കില്ല, ചിലവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ പേടിപ്പിക്കാനും ഇറിറ്റേറ്റ് ചെയ്യാനും ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് കൂടുതലും ഈ കുട്ടികളുടെ ആ ഒരു ഏജ് ഉണ്ടല്ലോ, അവർക്ക് നമ്മളെ പേടിപ്പിക്കുമ്പോൾ ഒരു എന്താ പറയണേ, ഒരു ഹരം പോലെ കിട്ടത്തില്ലേ, ആ ഒരു രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോയി. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ തീരാറായി കേട്ടോ. ഞങ്ങളൊക്കെ ഒന്ന് റെഡിയാകാനായി. ഈ പാലം കാണുമ്പോൾ ഓർത്തോളുക, ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി കയറിയത്. അപ്പം ഞങ്ങൾ റെഡിയായി പുറത്തിറങ്ങിയപ്പോഴത്തേ അവിടെ ഭയങ്കര ഡിസ്കോയൊക്കെ നമ്മൾ കാണാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് അവിടെ വലിയൊരു ബോർഡ്, 5 രൂപ 10 രൂപ 5 രൂപ 10 രൂപ 5 യൂറോ 10 യൂറോ 20 യൂറോ നിങ്ങളിൽ നിന്ന് സംഭാവന പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടൊരു ബോർഡ്. അപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് മിണ്ടി. പിന്നെ ഇവിടെ പോയി നിന്ന് ഐസ്ക്രീം കഴിക്കുന്നില്ല. ഇതെന്താണെന്ന് അറിയാം, ഫ്രാങ്ക്ഫർട്ട് വരെ എത്തി ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ. അവിടെ പല കടകൾ, ഒരു 3 കടകൾ ഞങ്ങൾ അവിടെ കയറി ഇറങ്ങിയെന്നുണ്ടെങ്കിലും അവിടെ ഒരു ഐസ്ക്രീമിന് 9 യൂറോ 9.5 യൂറോയൊക്കെ. അത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. പക്ഷേ ഫ്രാങ്ക്ഫർട്ടിൽ നമുക്ക് 2 രൂപയ്ക്ക് കിട്ടും. ഞങ്ങളുടെ വീടിൻ്റെ എവിടെയാണെങ്കിൽ 1.5 യൂറോയ്ക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിൽ വന്നിട്ട് ഈ 9.5 യൂറോയ്ക്കൊന്നും ഐസ്ക്രീം കഴിക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ ട്രെയിന് വേണ്ടി അവിടെ നോക്കിയിരിപ്പാണ്. ഐസ്ക്രീം നോക്കിയിരുന്നത് കൊണ്ട് തന്നെ ഒരു 5 മിനിറ്റിൻ്റെ വ്യത്യാസം ഞങ്ങൾക്ക് ട്രെയിനാണെന്നുണ്ടെങ്കിൽ വിട്ടുപോയി. പിന്നെ അവിടെ കുറച്ച് നേരം കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു വരാനുള്ള ഏർപ്പാടിൽ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടും പിന്നെ ഞങ്ങളിവിടെ വന്നിരുന്ന് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വരവാണ്. ഈ വരവിനിടയ്ക്കാണെന്നുണ്ടെങ്കിൽ ആൾക്ക് തിരിച്ചു വരണ്ടായിരുന്നു എന്നുള്ള അവസ്ഥ.